നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന വികസനക്ഷേമ പദ്ധതികളുടെ പ്രയോജനം കൃത്യമായി ഇടുക്കിയിലും എത്തിക്കാൻ എൻഡിഎയുടെ വിജയം അനിവാര്യമാണെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ പറഞ്ഞു. കോതമംഗലത്ത് ആദ്യഘട്ട പ്രചരണത്തിനെത്തിയതായിരുന്നു അവർ. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലെത്തി സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു. എൻഡിഎയുടെ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ വോട്ട് ചോദിച്ചെത്തി. നരേന്ദ്രമോദി സർക്കാർ വികസനത്തിന്റെ സർക്കാരാണെന്ന് സംഗീത പറഞ്ഞു. കേന്ദ്ര സർക്കാർ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കിയാൽ വലിയ മുന്നേറ്റമുണ്ടാകും. കാർഷിക മേഖലകൾക്കുൾപ്പെടെ വലിയ പിന്തുണയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ജനങ്ങൾ തന്റെ കൂടെ നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സംഗീത പറഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നത് വികസനമാണ്. കർഷകരുടെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഇടുക്കി മേഖലയിൽ. കാരണം മണ്ണിൻ്റെ മണമുള്ള കർഷകരാണ്. ആ കർഷകർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകേണ്ടത് ഗവൺമെൻറ്റുകളാണ്, ഭരിക്കുന്ന സർക്കാരുകളാണ്. കേന്ദ്ര ഗവൺമെൻറ് പരമാവധി സപ്പോർട്ട് ഇവർക്ക് കൊടുക്കാനായിട്ടുള്ള അത് ചാനലൈസ് ചെയ്ത് മാത്രം മതി അവർക്ക്. പക്ഷെ അത് ചാനലൈസ് ചെയ്ത് അവരിലേക്ക് എത്തുന്നില്ല എന്ന് പറയുമ്പോൾ ഏറെ ദുഃഖകരമാണ്. അതുപോലെ തന്നെ ഇന്ന് ടൂറിസം ഡെവലപ്മെൻറ്റ്, ഇടുക്കിയുടെ വികസനം ഏറ്റവും വലിയ നല്ല ഒരു കാര്യം തന്നെയാണ് ഒരു ടൂറിസം സർക്യൂട്ട്. അത് ഉണ്ടാക്കി കൊടുക്കാനായിട്ടും കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാൽ നിഷ്പ്രയാസം സാധിക്കും. അതിനുള്ള അവസരങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടതുണ്ട്. ഒരുപാട് പദ്ധതികൾ ഇവിടുത്തെ കാര്യങ്ങൾ തൊട്ടറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരമാർഗമായിട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ജനങ്ങൾ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ അവർ എൻ്റെ കൂടെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. വിവിധ കോളനികൾ, ആരാധനാലയങ്ങൾ, മതസ്ഥാപനങ്ങൾ, തൊഴിൽ കേന്ദ്രങ്ങൾ തുടങ്ങി വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. നേര്യമംഗലത്തെ തലക്കൽ ചന്തു കോളനിയിലും അവർ സന്ദർശനം നടത്തി. ഇവിടത്തെ സാഹചര്യം വളരെ ദയനീയമാണെന്നും സംസ്ഥാന സർക്കാർ ഇവർക്കായി ഒന്നും ചെയ്തു കൊടുത്തില്ലെന്നും സംഗീത വിശ്വനാഥൻ ആരോപിച്ചു. എത്രയോ കാലങ്ങളായിട്ട് ഇവർക്ക് ഈ ഭൂമി ഇവിടെ ഉണ്ടായിട്ടും അത് കൃത്യമായ രേഖകളിലൂടെ അവർക്ക് കൊടുക്കാതെ അവരെ എന്നും ദുരിതത്തിലാഴ്ത്തി നിർത്തുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ഒരുപാടാണ് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ശരിയായ രീതിയിൽ ഇവർക്ക് എത്തിച്ചു കൊടുക്കാതെ അവരെ എന്നും ദുരിതത്തിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നേതാക്കളായ പി സജീവ്, അഡ്വക്കേറ്റ് സൂരജ് മലയിൽ, ഉണ്ണികൃഷ്ണൻ മാങ്ങോട് തുടങ്ങി വിവിധ നേതാക്കൾ കോതമംഗലത്തെ പര്യടനത്തിൽ സംഗീത വിശ്വനാഥനൊപ്പം ഉണ്ടായിരുന്നു. BD ജയസ് ആണ് സംഗീതയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ആദ്യമായാണ് മത്സര രംഗത്ത് വരുന്നത്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.